റോളിംഗ് ആക്ഷൻ. ഇതിപ്പോ ആധാർ കാർഡിൽ തന്നെ പോലുണ്ടല്ലോ കാണാൻ. അതാണ് ഒറിജിനൽ. താടി വെക്കായിരുന്നു. ലൈറ്റിങ്ങിൽ എന്തോ കുഴപ്പമുണ്ടല്ലേ? ലൈറ്റിംഗ് അല്ല, ആക്ടിംഗ് ആണ് കുഴപ്പം. ഏയ്, എലിക്കണിയിൽ എലി വീഴുന്ന ശബ്ദമല്ലേ, അല്ലാണ്ട് ആണ് ബോംബ് കിട്ടണമെന്നല്ലോ. ശരിയാണ്. എക്സ്പ്രഷൻ ഇട്ട് മരിക്കാൻ. അതെ, നമുക്കിത് വേറെ ദിവസം ആദ്യം മുതൽ ഷൂട്ട് ചെയ്താലോ? അതാ നല്ലതല്ലേ? നല്ലൊരു ആക്ടർ വെച്ചിട്ട്. അതാ നല്ലതല്ലേ? അത്രേ ഉള്ളൂ. അല്ലെങ്കിലും ഞാനൊരു ആക്ടർ അല്ല, ഒരു തിരക്കഥാകൃത്താവാൻ വേണ്ടിയിട്ടാ ഇവരുടെ കൂടെ ഞാനും കൊച്ചിയിലേക്ക് വണ്ടി കയറിയത്. ഈ താടിയൊക്കെ അതിനു വേണ്ടി സെറ്റ് ചെയ്തതാ. പക്ഷേ താടിയിൽ മാത്രം പോരല്ലോ മെച്യൂരിറ്റി. പുസ്തകമൊക്കെ വായിക്കോ? ഓ, പുസ്തകമൊക്കെ വായിക്കണത് വ്യൂവേഴ്സിനെ കാണിക്കാനുള്ള പരിപാടിയാണല്ലേ? അതെ, ഒരു സൈക്കോളജിക്കൽ മൂവി. സൈക്കോളജി വർക്കായിട്ടത് കേട്ടോ. 4-3-7 വീസൺ. എടാ, റൂമിന്റെ വാടക എവിടെ? അതെ, ഞാന് കഴിഞ്ഞ മാസം എറണാകുളത്ത് ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോ ഈ മാസം വാടകയിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ പറ്റൂ? ആ, അങ്ങനെയാണെങ്കിൽ മാറിക്കോ, നമുക്ക് വേറെ നോക്കാം. അതെ, ഇത് എനിക്ക് മുട്ടടിക്കാനുള്ള അല്ല ഈ റെന്റ്, വിവേക്ജിക്ക് കൊടുക്കാനുള്ള. അറിയാലോ വിജേഷ, നമ്മൾ 3ാം ക്ലാസ് മുതൽ ഒരുമിച്ച്. ഹലോ വിജേഷ, ആൻഡ് ഈ നാച്ചുറൽ ആക്ടിംഗ് ഒന്നും ആൻഡ് തന്നെ ഷോർട്ട് ഫിലിമിൽ കണ്ടില്ലല്ലോടാ. ആരെ പരിചയമാണെങ്കിലും വേണ്ടില്ല, ഇന്ന് രാത്രി തന്നെ റെന്റ് വേണം. പറ്റിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ശരി. സകല ഉടായിപ്പോടെ എൻ്റെ അടുത്താണല്ലോ വന്ന് അടിക്കണത്. ഇനിയിപ്പോ ആരാ? ശരി, ആ വാടക എവിടെ? എടാ, ജിക്കന്റെ അക്കൗണ്ടിൽ കിട്ടാ പോരെ? മതി. കേട്ടാ, 10-35,000 ആയിട്ടാ. പടം ഓണായ ഫുൾ സെറ്റിൽമെന്റ് ആണ്. ഇത് തന്നെയാണ് നീ പടം ഓണാക്കി പറഞ്ഞത്. അത് ഡ്രോപ്പ് ചെയ്ത് പോയതുകൊണ്ടാണ്. പിന്നെ ഇല്ലെങ്കിൽ ഈ ലെവലിൽ നിൽക്കുന്ന മനുഷ്യനാണ് ഞാൻ. ഏത് ലെവല്? ദീപോ, ശരിയാണ്, നീ നന്നായിട്ട് ശ്രമിക്കണമൊക്കെ ഉണ്ട്. പിന്നെ കുറെ കൂതറ സിനിമകൾ കാണുന്നുണ്ട്. പിന്നെ നിന്റെ ഈ താടി, ഇത് വേണം ഞാൻ ഷേവ് ചെയ്യുമ്പോൾ. പിന്നെ എടാ, അതല്ല നിന്റെ യഥാർത്ഥ പ്രശ്നം, അതല്ല. പിന്നെ എന്താണ് പിന്നെ പ്രശ്നം? എടാ, നീ ഒരു ഇൻട്രോവേർട്ടാണ്, അത് മനസ്സിലാക്കണം. പിന്നെ ഒരു സാധാരണ മനുഷ്യനിടുന്ന എഫേർട്ടൊന്നും ഇട്ടാൽ പോരാ, കുറച്ച് എന്തെങ്കിലും കനത്തിലിടണം. മനസ്സിലായി. ബിബിൻ പറഞ്ഞത് നേരാ. ഞാനൊരു ചെറിയ വണ്ടി എടുത്തിട്ട് പോടാ. അല്ല, കുറച്ച് കൂടിയ ഇനം ഇൻട്രോവേർട്ടാ. കൊള്ളിക്കാൻ വേണ്ടി എറിഞ്ഞതല്ല വിജയകൃഷ്ണ. എടാ, ഈ ഇടത് കൈയിലാണോ?
വിജേഷ നമ്മൾ തമ്മിൽ എത്ര കാലത്തെ പരിചയം? ഒരു 30 ഇത്രയും കാലമായിട്ട് ഞാൻ ഇടത് കൈയാണെന്നുള്ള കാര്യം നിനക്കറിയില്ല? അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ, അതെനിക്കറിയാം. ഈ വരത് എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അത് കുട്ടിക്കാലത്ത് ഞാൻ നഴ്സറി പഠിക്കുമ്പോൾ എൻ്റെ ടീച്ചറിനെ ഒന്ന് ഹെൽപ്പ് ചെയ്തതാ. 31 ഇടത് കയ്യിലിരിക്കുന്നതിന്റെ പെൻസിൽ എടുത്തിട്ട് വലത് കയ്യിലേക്ക് വെച്ചത്. അന്ന് മുതലാണ് വിചാരിച്ച ഞാനൊരു ഇൻട്രോവേർട്ടായത്. വട്ടം വരയ്ക്കാനൊക്കെ ഞാൻ പെട്ട പാട്. ആയും ഊവൊക്കെ ഉണ്ടല്ലോ, ഓർക്കുമ്പോ ഇപ്പോഴും എനിക്ക് ട്രോമയാണ്. പക്ഷെ ഈ ഷട്ടിൽ കളിക്കണത് വലത് കൊണ്ടാണല്ലോ. പക്ഷെ ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നത് ഇടത് കൈ കൊണ്ടല്ലേ. പക്ഷെ ഈ ഷട്ടിൽ കളിക്കണത് വലത് കൊണ്ടാണല്ലോ. അതും കാലങ്ങളായിട്ട് ഈ കൈയായിട്ട് നിരന്തര യുദ്ധത്തിലല്ലേ. അങ്ങനെ ഒടുക്കം പരിണമിച്ച് ഞാനൊരു വലത് കൈനായി. അപ്പൊ ഈ ഒരു ഉഭയഹസ്ത്രാണ്. എന്തോന്നു? ആയിക്കോട്ടെ, ശരിയാണ്. ഈ ഒരു ഇൻട്രോവേർട്ടാണ്, സ്ലോ ആണ്. ചിലർ എന്നെ ട്യൂബ്ലൈറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. അതുകൊട്ടെ, പക്ഷെ എന്റെ ചിന്തകൾക്ക് വ്യക്തതയുണ്ട്. അവരാണ് ഈ ഫീൽഡിൽ പിടിച്ചിട്ടുള്ളത്. ഞാനായി ഈ ഫീൽഡിലെത്തിയിട്ട് കഴിയാ. എടാ, ഈ പന്റെ ലക്ഷ്യത്തിന് തുഞ്ചത്താണ്. ഒരൊറ്റ ചാട്ടം മതി അങ്ങടെ എത്താൻ. ഇവരിൽ പോയ 2-3 മാസം, ചിലപ്പോ 2-3 കൊല്ലം. അല്ല, ഈ ഇൻട്രോവേർട്ടാണല്ലോ. എടാ, ഞാനുണ്ടോ എൻ്റെ കൂടെ? ഒന്നില്ലെങ്കിൽ 3-ാം ക്ലാസ് തൊട്ട് ഒപ്പം ഒരുമിച്ച് കൂടിയതല്ലേ? ഇവനിത് ഞാൻ മാത്രല്ലെന്നാണ് തോന്നണത്. പിന്നെ വേറെയും കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. ഏറിപ്പോയ 4, 3, 7 പേരുണ്ടായിരിക്കും വിജയകൃഷ്ണ. അങ്ങനെയൊക്കെ ആണെങ്കിലും സ്റ്റേറ്റ് ഗൈസ്, സ്റ്റേറ്റ് അടിയാ. വിജയകൃഷ്ണ ഒരു കാര്യം പറയാൻ വിട്ടുവേടാ. എന്ത്? ഇതിലും വലുതെന്തോ വരാൻ. അതൊക്കെ കുറച്ച് ഓവറല്ലേ? അതൊന്നും വേണ്ട.